നമസ്കാരം. കേരള ചരിത്രം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട ആധുനിക തിരുവിതാംകൂർ ചരിത്രം എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനും മറ്റു സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ശ്യാം പെരുന്നാട്. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കപ്പെട്ട ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശരിയല്ലേ? അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണ്. 1758 മാർത്താണ്ഡവർമ്മ നാടു നീങ്ങി. ശരിയല്ലേ? അതിനുശേഷം രാജ്യം ഭരിച്ചത് അദ്ദേഹത്തിന്റെ അനന്തിരവനാണ്. പേര് കാർത്തിക തിരുനാൾ രാമവർമ്മ. പറഞ്ഞ പേരെന്താണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ തിരുവിതാംകൂർ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1758 മുതൽ 1798 വരെയാണ്. ഒന്നുകൂടെ പറയാം, 1758 മുതൽ 1798 വരെയാണ്. ഏതാണ്ട് 40-41 വർഷക്കാലം തിരുവിതാംകൂർ രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. മറന്നുപോകല്, തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് കിഴവൻ രാജ. ഒരു പേരെന്താണ്? കിഴവൻ രാജ. മറ്റൊരു പേര് ധർമ്മരാജ. ഏറ്റവും പ്രസിദ്ധമായ പേരതാണ് ധർമ്മരാജ. ഓർത്തു വെക്കണം. മറ്റൊരു പേര് ചിറവായൂർ മൂപ്പൻ. മറ്റൊരു പേര് തൃപ്പാപ്പൂർ മൂപ്പൻ. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. അപ്പൊ കിഴവൻ രാജ, ധർമ്മരാജ, ചിറവായൂർ മൂപ്പൻ, തൃപ്പാപ്പൂർ മൂപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ശരിയല്ലേ? തിരുവിതാംകൂർ സ്വരൂപം ആദ്യ സമയത്ത് അറിയപ്പെട്ട പേര് തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ്. അതാണ് തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന് വിളിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1758 മുതൽ 1798 വരെ. ശരിയല്ലേ? ഓർത്തു വെക്കണം, ഇദ്ദേഹം തിരുവിതാംകൂർ രാജ്യം ഭരിക്കുന്ന ആ സമയത്താണ് കേരളത്തിന്റെ വടക്കു ഭാഗത്ത് അല്ലെങ്കിൽ ഉത്തര കേരളത്തിൽ ടിപ്പു സുൽത്താന്റെയും പിതാവായ ഹൈദരാലിയുടെയും ആക്രമണം ഉണ്ടായത്. ശരിയല്ലേ? എന്ന് വെച്ചാൽ മൈസൂർ സുൽത്താൻമാർ ഉത്തര കേരളം ആക്രമിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജയാണ്. ഈ സമയത്ത് ടിപ്പുവിനെ ഭയന്ന ഉത്തര കേരളത്തിലെ എല്ലാ രാജാക്കന്മാർക്കും എല്ലാ പ്രജകൾക്കും തിരുവിതാംകൂറിൽ അഭയം നൽകിയ ഭരണാധികാരിയാണ് ധർമ്മരാജ. അതിനെ വാഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെട്ട പേര് ധർമ്മരാജ എന്നും ആ സമയത്ത് രാജ്യം ധർമ്മരാജ്യം എന്നും അറിയപ്പെട്ടു. മറന്നുപോകല്, ഒന്നുകൂടെ പറയാം. അപ്പൊ ഉത്തര കേരളത്തില് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ധർമ്മരാജയാണ്. അങ്ങനെ ഉത്തര കേരളത്തിലെ രാജാക്കന്മാരുടെ ജാതിയോ മതമോ വർഗമോ കുലവോ നോക്കാതെ എല്ലാ ആളുകൾക്കും തിരുവിതാംകൂറിൽ അഭയം നൽകി. ആ സമയത്ത് രാജാവ് അറിയപ്പെട്ട പേര് ധർമ്മരാജ എന്നും രാജ്യം അറിയപ്പെട്ട പേര് ധർമ്മരാജ്യം എന്നുമാണ്. ഈ നല്ല കാര്യത്തെ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച രാജാവ് കൂടിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓർത്തു വെക്കണം. അപ്പൊ ജാതിയോ മതമോ നോക്കാതെ അല്ലെങ്കിൽ ഇതര മതാനുയായികൾക്ക് തിരുവിതാംകൂറിൽ അഭയം കൊടുത്ത രാജാവാണ് ധർമ്മരാജ. ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച രാജാവ് കൂടിയാണ് ധർമ്മരാജ. ഈ സമയത്ത് രാജ്യം അറിയപ്പെട്ട പേരാണ് ധർമ്മരാജ്യം. ശരിയല്ലേ? തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞിരുന്നു, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണ സമയത്തെ തിരുവിതാംകൂറിന്റെ ഭരണ തലസ്ഥാനം പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളം. ശരിയല്ലേ? എന്നാൽ ധർമ്മരാജ രാജ്യം ഭരിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഒരു പ്രധാന കാര്യമാണ്, അത് ഓർത്തു വെക്കണം. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ
ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കൂടാതെ മാർത്താണ്ഡവർമ്മയെ പോലെ ആലങ്ങോട്, പറവൂര് എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഭാഗം മാറിപ്പോകല്. ആലങ്ങോട്, പറവൂര് എന്നീ പ്രദേശങ്ങൾ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി ആരാണ്? ഉത്തരം ധർമ്മരാജയാണ്. ഉത്തരം മാറിപ്പോകല്, മാർത്താണ്ഡവർമ്മയല്ല. ആറ്റിങ്ങല്, കിളിമാനൂര്, കൊട്ടാരക്കര ഈ പ്രദേശമൊക്കെ പിടിച്ചെടുത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണെങ്കിൽ ആലങ്ങോട്, പറവൂര് എന്നീ പ്രദേശങ്ങൾ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി ധർമ്മരാജയാണ് എന്ന് ഓർത്തു വെക്കണം. ശരി, ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കാലഘട്ടം പറയുമ്പോൾ അദ്ദേഹം രാജാവായ വർഷം 1758 ആണെങ്കിൽ 1762 ശുചീന്ദ്രം ഉടമ്പടി. ഓർത്തു വെക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. 1762 ശുചീന്ദ്രം ഉടമ്പടി. അപ്പോൾ മനസ്സിലാക്കണം, ശുചീന്ദ്രം ഉടമ്പടി ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ രാജാവായ ധർമ്മരാജയും കൊച്ചി രാജാവും തമ്മിലായിരുന്നു ശുചീന്ദ്രം ഉടമ്പടി. മറന്നുപോകല്ലേ. അപ്പൊ ധർമ്മരാജയും കൊച്ചി രാജാവും തമ്മിലായിരുന്നു ശുചീന്ദ്രം ഉടമ്പടി. ഈ ഉടമ്പടിയിലെ വ്യവസ്ഥ എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരി തിരുവിതാംകൂറിനെ ആക്രമിക്കുകയാണ് എങ്കിൽ തിരുവിതാംകൂറിന് ഒപ്പം നിൽക്കണം കൊച്ചി. അങ്ങനെ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നുകൊണ്ട് കോഴിക്കോട്ടെ ഭരണാധികാരിയെ ആക്രമിക്കണം എന്നുള്ള വ്യവസ്ഥ പറയുന്ന ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി. നടന്ന വർഷം 1762. പഠിച്ചോ? ഒന്നുകൂടെ പറയാം. അപ്പൊ 1762 ശുചീന്ദ്രം ഉടമ്പടി. കൊച്ചി രാജാവും ധർമ്മരാജയും തമ്മിലായിരുന്നു. ആ ഉടമ്പടിയിലെ വ്യവസ്ഥ എന്താണ്? തിരുവിതാംകൂർ രാജ്യം കോഴിക്കോട്ടെ സാമൂതിരി ആക്രമിക്കുകയാണ് എങ്കിൽ തിരുവിതാംകൂർ രാജാവായ ധർമ്മരാജയ്ക്ക് ഒപ്പം നിൽക്കണം കൊച്ചി രാജാവ് എന്ന് വ്യവസ്ഥ പറയുന്ന ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി. നടന്ന വർഷം 1762. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 1750 ഒന്നാം തൃപ്പടിദാനം നടത്തിയ രാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്നാൽ 1766 വർഷം ഏതാണ്? 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ രാജാവിന്റെ പേരെന്തായിരിക്കും? ധർമ്മരാജ. ശരിയല്ലേ? 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ആളുടെ പേര് ധർമ്മരാജ. നമ്മൾ പറഞ്ഞിരുന്നു തൃപ്പടിദാനം ആരുടെ കൃതിയാണ്? ഉമാമഹേശ്വരി. വിട്ടുപോകല്ലേ. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞിരുന്നു വടക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ ഉത്തര കേരളത്തിൽ ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും ഒക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. പറഞ്ഞില്ലേ? നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ്. ശരിയല്ലേ? ഇന്ത്യയിലേക്ക് കടൽ മാർഗം വഴി വന്ന ഫസ്റ്റ് യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട. ശരിയല്ലേ? അല്ലെങ്കിൽ മാനുവൽ കോട്ട. ഓർമ്മയില്ലേ? അപ്പോൾ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. കാലക്രമേണ ഈ പള്ളിപ്പുറം കോട്ടയും മറ്റൊരു കോട്ടയുണ്ട് കൊടുങ്ങല്ലൂർ കോട്ടയും ഡച്ചുകാരുടെ കൈവശമായി. പറഞ്ഞ് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ടയും മറ്റൊരു കോട്ടയായിരുന്ന കൊടുങ്ങല്ലൂർ കോട്ടയും കാലക്രമേണ ഡച്ചുകാരുടെ കൈവശമായി. ഈ ഡച്ചുകാർക്ക് പണം നൽകിക്കൊണ്ട് ഈ പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജ. ശരിയല്ലേ? ഒന്നുകൂടെ പറയാം. അപ്പോൾ പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും ഡച്ചുകാർക്ക് പണം നൽകി വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ആര്? ധർമ്മരാജ. ഈ കോട്ടകൾ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ. അപ്പൊ തീർച്ചയായിട്ടും ടിപ്പുവിന് ഒരു ദേഷ്യം ഇപ്പൊ ആരോട് വന്ന് കാണും? ധർമ്മരാജയോട്. ശരിയല്ലേ? ചരിത്ര പുസ്തകങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ കോട്ടകൾ ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയത് കൂടിയാണ് തിരുവിതാംകൂർ ടിപ്പു സുൽത്താൻ ആക്രമിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ശരിയല്ലേ? തിരിച്ചു വരാം. ഒന്നുകൂടെ പറയാം. അപ്പൊ തിരുവിതാംകൂർ ടിപ്പു സുൽത്താന് ആക്രമിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം എന്താണ്? പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും ഡച്ചുകാരിൽ നിന്ന് ധർമ്മരാജ വിലയ്ക്ക് വാങ്ങിയത്. ശരിയല്ലേ? ആ വിലയ്ക്ക് വാങ്ങിയ വർഷം 1789. ഏത് വർഷമാണ്? 1789. ഏതാണ്ട് ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ടിപ്പു സുൽത്താന്റെ തിരുവിതാംകൂർ ആക്രമണം. ശരിയല്ലേ? നമുക്കറിയാം
നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ തിരുവിതാംകൂർ ടിപ്പു സുൽത്താൻ ആക്രമിക്കുമെന്ന് വ്യക്തമായിട്ട് ധർമ്മരാജയ്ക്ക് അറിയാം. ആ അക്രമം തടയുവാൻ വേണ്ടി തിരുവിതാംകൂറിന്റെ അതിർത്തിയിൽ ഒരു വലിയ കോട്ട കെട്ടി ധർമ്മരാജ. ആ കോട്ടയുടെ പേരാണ് നെടുങ്കോട്ട. മറന്നു പോകല്, ഒന്നുകൂടെ പറയാം. അപ്പൊ ടിപ്പു സുൽത്താന്റെ ആക്രമണം തിരുവിതാംകൂറിൽ തടയുവാൻ വേണ്ടി നെടുങ്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? ധർമ്മരാജയാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ധർമ്മരാജ നെടുങ്കോട്ട നിർമ്മിക്കുന്ന ഈ സമയത്ത് തിരുവിതാംകൂറിന്റെ സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡില്ലനോയി. നമുക്ക് ഈ പേര് പരിചയമില്ലേ? കുളച്ചൽ യുദ്ധം ഓർമ്മയില്ലേ? അപ്പൊ ആ ക്യാപ്റ്റൻ ഡില്ലനോയി മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജയുടെയും സൈന്യാധിപനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, നെടുങ്കോട്ട നിർമ്മിച്ച രാജാവ് എന്നാണെങ്കിൽ ഉത്തരം ധർമ്മരാജ. നിർമ്മിക്കാൻ വേണ്ടി ധർമ്മരാജാവിനെ സഹായിച്ച തിരുവിതാംകൂർ സൈന്യാധിപൻ എന്നാണെങ്കിൽ ഉത്തരം ക്യാപ്റ്റൻ ഡില്ലനോയും. സഹായിച്ച തിരുവിതാംകൂറിലെ ദിവാൻ എന്നാണെങ്കിൽ ഉത്തരം രാജാ കേശവദാസും. ശരിയല്ലേ? അപ്പൊ ദിവാനായ രാജാ കേശവദാസിന്റെയും സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡില്ലനോയുടെയും സഹായത്തോടെയാണ് ടിപ്പുവിന്റെ ആക്രമണം തടയുവാൻ വേണ്ടി ധർമ്മരാജ നെടുങ്കോട്ട നിർമ്മിച്ചത്. ശരിയല്ലേ? തിരിച്ചു വരാം. എന്നാൽ ആ നെടുങ്കോട്ട ടിപ്പു സുൽത്താൻ ആക്രമിക്കുകയും ഈ സമയത്ത് ധർമ്മരാജയെ ബ്രിട്ടീഷുകാർ സഹായിക്കുകയും ചെയ്തു. അപ്പൊ ധർമ്മരാജയെ ബ്രിട്ടീഷുകാർ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് തിരുവിതാംകൂർ ടിപ്പു സുൽത്താന് പിടിച്ചെടുക്കാൻ സാധിക്കാതെ പോയത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണ സമയത്ത് ധർമ്മരാജയെ സഹായിച്ച യൂറോപ്യൻ ശക്തി ആരാണ്? ഉത്തരം ബ്രിട്ടീഷുകാരാണ്. ഓർത്തു വെക്കണം, തിരുവിതാംകൂർ ടിപ്പു സുൽത്താൻ ആക്രമിച്ച സമയത്ത് ധർമ്മരാജയെ സഹായിച്ച യൂറോപ്യൻ ശക്തി ആരാണ്? ഉത്തരം ബ്രിട്ടീഷുകാരാണ്. ഇതിന്റെ ഉപകാര സ്മരണയിലായിട്ടാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരിക്കും? ധർമ്മരാജയായിരിക്കും. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഈ വർഷം ഓർത്തു വെക്കണം, 1795. ഒന്നുകൂടെ പറയാം, 1795. അപ്പൊ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ധർമ്മരാജയും അംഗീകരിച്ച വർഷം 1795. അതിന് കാരണം എന്താണ്? ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചപ്പോൾ ധർമ്മരാജയെ ബ്രിട്ടീഷുകാർ സഹായിച്ചു. അതിന്റെ ഉപകാര സ്മരണയിലായിട്ടാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിച്ചത്. ആ അംഗീകരിച്ച വർഷമാണ് 1795. ശരിയല്ലേ? തിരിച്ചു വരാം. ഈ ധർമ്മരാജയുടെ പ്രധാനപ്പെട്ട ദളവയാണ്, അല്ലെങ്കിൽ ധർമ്മരാജയുടെ ആദ്യത്തെ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. പറഞ്ഞ പേരെന്തുവാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ, മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ മന്ത്രിയായിരുന്നു അറുമുഖൻ പിള്ള. പേര് പറഞ്ഞു ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ മന്ത്രിയായിരുന്നു താണുപിള്ള. പറഞ്ഞ പേരെന്തുവാണ്? താണുപിള്ള. മൂന്നാമത്തെ മന്ത്രി അല്ലെങ്കിൽ ഫസ്റ്റ് ദളവയായിരുന്നു രാമയ്യൻ ദളവ. ശരിയല്ലേ? ആ ദളവ എന്ന സ്ഥാനമാണ് പിന്നീട് തിരുവിതാംകൂറിൽ ദിവാനായിട്ട് മാറിയത് എന്ന് മനസ്സിലാക്കി വെക്കണം. എന്താ പറഞ്ഞ കാര്യം? ദളവ എന്ന സ്ഥാനമാണ് പിന്നീട് തിരുവിതാംകൂറിൽ ദിവാനായിട്ട് മാറിയത് എന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കണം. തിരുവിതാംകൂർ ഫസ്റ്റ് രാജാവ് മാർത്താണ്ഡവർമ്മയാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദളവയായിരുന്നു ആര്? രാമയ്യൻ ദളവ. ശരിയല്ലേ? തിരിച്ചു വരാം. രണ്ടാമത്തെ രാജാവിന്റെ പേരെന്താണ്? ധർമ്മരാജ. ആ ധർമ്മരാജയുടെ ദളവയായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. പറഞ്ഞ പേരെന്തുവാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. ഓർത്തു വെക്കണം, വർക്കല പട്ടണത്തിന്റെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്ന ഒരു ചോദ്യമാണ്. വർക്കല പട്ടണത്തിന്റെ ശില്പിയായ തിരുവിതാംകൂറിലെ ദളവയാരാണ്? ഉത്തരം അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. അതുപോലെ തിരുവിതാംകൂറിനെ ഭരിക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടി തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തരംതിരിച്ച തിരുവിതാംകൂറിലെ ദളവ കൂടിയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. വ്യക്തമാണോ? ഒന്നുകൂടെ പറയാം, ധർമ്മരാജയുടെ ആദ്യത്തെ ദളവ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള, വർക്കല പട്ടണത്തിന്റെ ശില്പി, അതുപോലെ തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്നായിട്ട് വേർതിരിച്ച തിരുവിതാംകൂർ ദളവ കൂടിയാണ് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. ശരിയല്ലേ? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയ്ക്ക് ശേഷം ധർമ്മരാജയുടെ ദളവയായിട്ട് സ്ഥാനമേറ്റ വ്യക്തിയാണ് രാജാ കേശവദാസ്. ശരിയല്ലേ? അപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ധർമ്മരാജയുടെ രണ്ടാമത്തെ ദളവ. ശരിയല്ലേ? ധർമ്മരാജയുടെ രണ്ടാമത്തെ ദളവയായിരുന്നു
ആരാണ്? ഉത്തരം രാജാ കേശവദാസ് ആണ്. അദ്ദേഹത്തിന് ഒരു പുതിയ സ്ഥാനം കൊടുത്തു. ആ സ്ഥാനമാണ് ദിവാൻ. ശരിയല്ലേ? അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അല്ലെങ്കിൽ ധർമ്മരാജയുടെ രണ്ടാമത്തെ ദളവയാണ് ആര്? രാജാ കേശവദാസ്. ശരിയല്ലേ? രാജാ കേശവദാസിന് രാജ എന്ന സ്ഥാനം നൽകിയത് മോണിംഗ്ടൺ പ്രഭുവാണ്. മറന്നു പോകല്, വിട്ടുപോകല്, ഓർത്തു വെക്കണം. രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിംഗ്ടൺ പ്രഭുവാണ്. ആലപ്പുഴ പട്ടണം, ആലപ്പുഴയിലെ തടി ഡിപ്പോ, ചാലക്കമ്പോളം. കിട്ടിയില്ലേ? ആലപ്പുഴ പട്ടണം, ആലപ്പുഴയിലെ തടി ഡിപ്പോ, ചാലക്കമ്പോളം എന്നിവ രാജാ കേശവദാസിന്റെ സംഭാവനയാണ്. കൂടെ MC റോഡിന്റെ അല്ലെങ്കിൽ മെയിൻ സെൻട്രൽ റോഡിന്റെ നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായിരുന്നു രാജാ കേശവദാസ്. ഓർത്തു വെക്കുമല്ലോ. ധർമ്മരാജയുടെ രണ്ടാമത്തെ ദളവ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ, അതുപോലെ ആലപ്പുഴ പട്ടണം, ചാലക്കമ്പോളം, ആലപ്പുഴയിലെ തടി ഡിപ്പോ എന്നിവ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് രാജാ കേശവദാസ്. അതുപോലെ മെയിൻ സെൻട്രൽ റോഡിന്റെ നിർമ്മാണത്തിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു രാജാ കേശവദാസ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് പേര് നൽകിയ സ്ഥലമാണ് കേശവദാസപുരം. ശരിയല്ലേ? അതുകൊണ്ടാണ് കേശവദാസപുരം മുതൽ അങ്കമാലി വരെയാണ് MC റോഡ് അല്ലെങ്കിൽ മെയിൻ സെൻട്രൽ റോഡ്. ഈ റോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു കേശവദാസപുരം മുതൽ. അപ്പൊ അതിലെ അല്ലെങ്കിൽ ആ MC റോഡിന്റെ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട കണ്ണി ആരാണ്? രാജാ കേശവദാസ് ആണ്. കൂടാതെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചു. വിട്ടുപോകല്, ഒന്നുകൂടെ ഞാൻ പറയാം. സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന കുലശേഖര മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? രാജാ കേശവദാസ് ആണ്. അത് വരുമ്പോൾ ഭരണാധികാരി ആരാണ്? ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മരാജയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് രാജസൂയം ആട്ടക്കഥ. പറഞ്ഞ പേരെന്തുവാണ്? രാജസൂയം ആട്ടക്കഥ. മറ്റൊരു കൃതിയുണ്ട് ബാലരാമഭാരതം. പറഞ്ഞ പേരെന്തുവാണ്? ബാലരാമഭാരതം. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി ബാലരാമഭരതം എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് ധർമ്മരാജ. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് രാജസൂയം ആട്ടക്കഥ. ശരിയല്ലേ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ കവികൾ പേരോർമ്മയുണ്ടോ? കുഞ്ചൻ നമ്പ്യാരും രാമപുരത്തു വാര്യരുമാണെങ്കിൽ ധർമ്മരാജയുടെ സദസ്സിലെ കവികള് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരുമാണ്. ആരൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരുമാണ്. ശരിയല്ലേ? അപ്പൊ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മരാജയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. ഓർത്തു വെക്കണം. കാലഘട്ടം 58-98. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു. ധർമ്മരാജ എന്നറിയപ്പെട്ടു. രാജ്യം ധർമ്മരാജ്യം എന്നറിയപ്പെട്ടു. റോമിലെ പോപ്പിന്റെ കത്തു ലഭിച്ചു. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുമ്പോൾ രാജാവ് അംഗീകരിച്ച വർഷം 1795. 2 ദളവമാരുണ്ടായിരുന്നു. ഒന്നാമത്തെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള വർക്കല പട്ടണം പണികഴിപ്പിച്ചു. ധർമ്മരാജയുടെ രണ്ടാമത്തെ ദളവ അല്ലെങ്കിൽ തിരുവിതാംകൂർ ഫസ്റ്റ് ദിവാനാണ് രാജാ കേശവദാസ്. ധർമ്മരാജയുടെ കൃതികളാണ് രാജസൂയം ആട്ടക്കഥ, ബാലരാമഭാരതം. അതുപോലെ ഓർത്തു വെക്കണം, കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരുമായിരുന്നു ധർമ്മരാജയുടെ സദസ്സിലെ പ്രധാനപ്പെട്ട കവികൾ. നമുക്കിനി അറിയാം, ധർമ്മരാജയ്ക്ക് ശേഷം രാജ്യം ഭരിച്ചത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പൊ ഒന്നുകൂടെ, ഒന്നാമത്തെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാലഘട്ടം 1729-58. രണ്ടാമത്തെ ധർമ്മരാജ 58-98. മൂന്നാമത്തെ രാജാവിന്റെ പേര് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ കാലഘട്ടം 1798 മുതൽ 1810 വരെ എന്നാണ്. 1798 മുതൽ 1810 വരെ. ആദ്യം മനസ്സിലാക്കണം, ആദ്യം പറഞ്ഞ 2 രാജാക്കന്മാരെ പോലെ ആയിരുന്നേയില്ല അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അപ്പൊ ആദ്യം ഓർത്തു വെക്കുക, പഠിക്കുക. അശക്തനായ രാജാവ് അല്ലെങ്കിൽ ദുർബലനായ രാജാവ്. വിട്ടുപോകല്ലേ? അശക്തനായ രാജാവ് അല്ലെങ്കിൽ ദുർബലനായ രാജാവ് എന്ന് വിളിക്കപ്പെട്ട ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം
കാലഘട്ടം 1798 മുതൽ 1810 വരെ. അശക്തനല്ലേ, ദുർബലനല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരിക്കും? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഓർത്തു വെക്കുമല്ലോ. ഒന്നുകൂടെ, ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അശക്തൻ, ദുർബലൻ. അപ്പൊ നമുക്ക് വീണ്ടും ഉറപ്പിച്ച് പറയാൻ പറ്റും, തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുമ്പോൾ ഭരണാധികാരി ആരാണ്? അവിട്ടം തിരുനാൾ. പരസ്പരം മാറിപ്പോകല്. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുമ്പോൾ രാജാവ് ധർമ്മരാജയാണെങ്കിൽ, തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാകുമ്പോൾ രാജാവ് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ കാര്യങ്ങളിൽ ഇടപെടുവാനും ആലോചിക്കുവാനും ഒക്കെ വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു പുതിയ പദവി, ഒരു പുതിയ തസ്തിക രൂപീകരിച്ചു. ആ തസ്തികയായിരുന്നു റെസിഡന്റ്. ആരാണ്? റെസിഡന്റ്. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ പറ്റും? രാജാവുണ്ടോ? രാജാവുണ്ട്. രാജാവിന്റെ പേരെന്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ആ സമയത്ത് 2 സ്ഥാനങ്ങൾ വരികയാണ്. റെസിഡന്റ്, പഴയ സ്ഥാനമായ ദിവാൻ. ശരിയല്ലേ? അപ്പൊ രാജാവ് ആരാണ്? അവിട്ടം. റെസിഡന്റ് ആയിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് മെക്കാളെ. ഓർത്തു വെക്കണം, തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ആയിരുന്നു മെക്കാളെ. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. ശരിയല്ലേ? അപ്പൊ ദിവാന്റെ പേരെന്താണ്? വേലുത്തമ്പി ദളവ. റെസിഡന്റ് ആരാണ്? മെക്കാളെ. രാജാവിന്റെ പേരെന്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ശരിയല്ലേ? നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു, മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുള്ള സൈന്യമായിരുന്നു നായർ ബ്രിഗേഡ്. ശരിയല്ലേ? ഈ നായർ ബ്രിഗേഡിന്റെ ശമ്പളം വെട്ടിക്കുറച്ച തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. എന്തിനു വേണ്ടി വെട്ടിക്കുറച്ചു? വെട്ടിക്കുറയ്ക്കുമ്പോൾ ആ കിട്ടുന്ന ലാഭം, ആ കിട്ടുന്ന പണം ഉണ്ടല്ലോ, ആ പണം ബ്രിട്ടീഷുകാർക്ക് നികുതിയായിട്ട് നൽകേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് നികുതി ഭാരം, ഒരുപാട് നികുതി പണം തിരുവിതാംകൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടിയിരുന്നു. ആ കടം വീട്ടുവാൻ വേണ്ടി നായർ ബ്രിഗേഡിന്റെ ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ട് ആ വരുമാനം ബ്രിട്ടീഷുകാർക്ക് നികുതിയായിട്ട് നൽകാൻ തീരുമാനിച്ചു വേലുത്തമ്പി ദളവ. എന്നാൽ ഈ ശ്രമത്തെ നായർ ബ്രിഗേഡ് ശക്തമായിട്ട് പ്രതിരോധിച്ചു. ഈ സംഭവം അറിയപ്പെടുന്ന പേരാണ് നായർ പട്ടാളം ലഹള. പറഞ്ഞ പേരെന്തുവാണ്? നായർ പട്ടാളം ലഹള. ശരിയല്ലേ? ഒന്നുകൂടെ പറയാം. അപ്പൊ നായർ ബ്രിഗേഡിന്റെ ശമ്പളം വെട്ടിക്കുറച്ചതിന്റെ പശ്ചാത്തലത്തിൽ 1804, 1805 കാലഘട്ട സമയത്തിലായിട്ട് വേലുത്തമ്പി ദളവയ്ക്കെതിരെ ഉണ്ടായ പ്രക്ഷോഭമാണ് നായർ പട്ടാളം ലഹള. എന്നാൽ മെക്കാളെ പ്രഭുവിന്റെ സഹായത്തോടെ വേലുത്തമ്പി ദളവ നായർ പട്ടാളം ലഹളയെ അടിച്ചമർത്തി. ശരിയല്ലേ? തിരിച്ചു വരാം. ഈ കാലഘട്ടം പറയുമ്പോൾ 1804, 1805 കാലഘട്ട സമയത്താണ് നായർ പട്ടാളം ലഹളയെങ്കിൽ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. പറഞ്ഞ പേരെന്തുവാണ്? കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവ മെക്കാളയുമായിട്ട് ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. പറഞ്ഞ കാര്യം എന്താണ്? വേലുത്തമ്പി ദളവ മെക്കാളയുമായിട്ട് ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. നമ്മുടെ രാജ്യം നമ്മൾ ഭരിച്ചാൽ മതി, ബ്രിട്ടീഷുകാർ ഭരിക്കേണ്ട എന്ന വ്യവസ്ഥയാര് മുന്നോട്ട് വെച്ചു? വേലുത്തമ്പി ദളവ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. ഈ സമയത്ത് വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം ഉണ്ടായ സംഭവമാണ് കുണ്ടറ വിളംബരം. ആ വിളംബരം നടത്തിയ ക്ഷേത്രമാണ് ഇളംബള്ളൂർ ദേവി ക്ഷേത്രം. മറന്നുപോകല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ട് വേലുത്തമ്പി ദളവ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട വിളംബരമാണ് കുണ്ടറ വിളംബരം. നടന്ന വർഷം 1809 ജനുവരി 11 നടത്തിയ ക്ഷേത്രമാണ് ഇളംബള്ളൂർ ദേവി ക്ഷേത്രം. ശരിയല്ലേ? തിരിച്ചു വരാമേ. നമ്മൾ ഈ വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തു വെക്കണം, വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം തലക്കുളം. എവിടെയാണ്? തലക്കുളം. ശരിയല്ലേ? അപ്പോൾ വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലമാണെങ്കിൽ തലക്കുളം, അദ്ദേഹം കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച ക്ഷേത്രമാണെങ്കിൽ ഇളംബള്ളൂർ ദേവി ക്ഷേത്രം. അത് പ്രഖ്യാപിച്ച വർഷം 1809 ജനുവരി 11 എന്നാണ്. 1809 ജനുവരി 11. ശരിയല്ലേ? ഈ സമയത്ത് വേലുത്തമ്പി ദളവയെ പിടിച്ചു കെട്ടുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. ആ വ്യക്തിയുടെ പേരാണ്
കേണൽ ലീഗർ. പറഞ്ഞ പേരെന്തുവാണ്? കേണൽ ലീഗർ. അപ്പോൾ വേലുത്തമ്പി ദളവയെ അടിച്ചമർത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? കേണൽ ലീഗർ ആണ്. ഒടുവിൽ 1809 മാർച്ച് 29 ആയപ്പോൾ വേലുത്തമ്പി ദളവ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അവിടെ ഓർത്തു വെക്കണം, മണ്ണടി ജില്ല ഏതാണ്? പത്തനംതിട്ട. ശരിയല്ലേ? ജന്മസ്ഥലം തലക്കുളം, വിളംബരം പ്രഖ്യാപിച്ച ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ദേവി ക്ഷേത്രം. അദ്ദേഹം മരണപ്പെട്ട സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയാണ്. എന്നാൽ വേലുത്തമ്പി ദളവയുടെ ശവശരീരം പ്രദർശിപ്പിച്ച സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല. സ്ഥലങ്ങൾ പരസ്പരം മാറിപ്പോകല്. ജന്മസ്ഥലം തലക്കുളം, അമ്പലമാണെങ്കിൽ ഇളമ്പള്ളൂർ ദേവീക്ഷേത്രം, മരണപ്പെട്ട സ്ഥലമാണെങ്കിൽ മണ്ണടി, ശരീരം പ്രദർശിപ്പിച്ച സ്ഥലമാണെങ്കിൽ കണ്ണമ്മൂല. അവിടെ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, വേലുത്തമ്പി ദളവയുടെ സ്മാരക മ്യൂസിയം എവിടെയാണ്? ഉത്തരം മണ്ണടി. മറക്കല്ലേ? വേലുത്തമ്പി ദളവയുടെ സ്മാരക മ്യൂസിയം എവിടെയാണ്? ഉത്തരം മണ്ണടി. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി വേലുത്തമ്പി ദളവയെ സഹായിച്ച കൊച്ചിയിലെ മന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ. ആരാണ്? പാലിയത്തച്ഛൻ. ശരിയല്ലേ? ഈ സമയത്ത് വേലുത്തമ്പി ദളവയെ സഹായിച്ച തിരുവിതാംകൂറിന്റെ സൈന്യാധിപനുണ്ട്, അല്ലെങ്കിൽ പടത്തലവനുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ചെമ്പിൽ അരയൻ. പറഞ്ഞ പേരെന്തുവാണ്? ചെമ്പിൽ അരയൻ. ക്ലിയർ ആണോ? ഒന്നുകൂടെ. അപ്പൊ മെക്കാളെ വധിക്കുവാൻ വേണ്ടി ശ്രമിച്ച വ്യക്തി വേലുത്തമ്പി ദളവ. ആ ദളവയെ സഹായിച്ച കൊച്ചിയിലെ മന്ത്രിയാണെങ്കിൽ പാലിയത്തച്ഛനും തിരുവിതാംകൂറിന്റെ പടത്തലവന്റെ പേരായിരുന്നു ചെമ്പിൽ അരയനും. ഒടുവിൽ 1809 മാർച്ച് 29 വേലുത്തമ്പി ദളവ മണ്ണടിയിൽ വെച്ച് മരണപ്പെട്ടു. ശരിയല്ലേ? തിരിച്ചു വരാം. വേലുത്തമ്പി ദളവയുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഓർത്തു വെക്കണം, പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. പറഞ്ഞ വാക്കെന്താണ്? പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയ തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. പഠിച്ചോ? കൂടെ ഓർത്ത് വെക്കണം. സഞ്ചരിക്കുന്ന കോടതി അല്ലെങ്കിൽ മൊബൈൽ കോർട്ട് ആരംഭിച്ചു. വിട്ടുപോകല്ലേ? സഞ്ചരിക്കുന്ന കോടതി അല്ലെങ്കിൽ മൊബൈൽ കോർട്ട് ആരംഭിച്ചു. അതുപോലെ കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിന്റെ പഴയകാല പേരായിരുന്നു ഹജൂർ കച്ചേരി. പറഞ്ഞ വാക്കെന്താണ്? സെക്രട്ടേറിയറ്റിന്റെ പഴയകാല പേരെന്തായിരുന്നു? ഹജൂർ കച്ചേരി എന്നായിരുന്നു. ഈ ഹജൂർ കച്ചേരി ആദ്യം പണി കഴിപ്പിച്ചത് കൊല്ലത്താണ്. പണി കഴിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണെങ്കിൽ വേലുത്തമ്പി ദളവയുമാണ്. പഠിച്ചില്ലേ? തിരിച്ചു വരാം. അപ്പൊ ഹജൂർ കച്ചേരി ഒരു സംഭാവന, മറ്റൊന്ന് സഞ്ചരിക്കുന്ന കോടതി, മറ്റൊന്ന് പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. അതുപോലെ തലയോലപ്പറമ്പിലും, എവിടെയാണ്? തലയോലപ്പറമ്പിലും ചങ്ങനാശ്ശേരിയിലും അടിമച്ചന്തകൾ ആരംഭിച്ചു. വിട്ടുപോകല്. തലയോലപ്പറമ്പിലും ചങ്ങനാശ്ശേരിയിലും അടിമച്ചന്തകൾ ആരംഭിച്ച തിരുവിതാംകൂർ ദിവാൻ കൂടിയാണ് വേലുത്തമ്പി ദളവ. പഠിച്ചില്ലേ? എന്നാൽ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. പറഞ്ഞ പേരെന്തുവാണ്? ഉമ്മിണിത്തമ്പി. ഓർത്തു വെക്കണം, വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. പഠിച്ചല്ലോ? അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പ്രധാനമായിട്ടും 2 ദിവാൻമാരുണ്ട്. ഒന്ന് വേലുത്തമ്പി ദളവയും അടുത്ത ആളുടെ പേര് ഉമ്മിണിത്തമ്പി. ഈ സമയത്തെ റെസിഡന്റ് ആയിരുന്നു ആര്? മെക്കാളെ. ശരിയല്ലേ? ഉമ്മിണിത്തമ്പി കുറിച്ച് പഠിക്കുമ്പോൾ ഓർത്തു വെക്കണം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി. മറന്നുപോകല്ലേ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയായിരുന്നു ഉമ്മിണിത്തമ്പി. ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചു. മറക്കല്ലേ? ബാലരാമപുരം പട്ടണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ നെയ്ത്തുഗ്രാമം എന്ന് വിളിക്കപ്പെട്ട പ്രദേശമാണ് ബാലരാമപുരം. ആ ബാലരാമപുരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് ഉമ്മിണിത്തമ്പി. അതുപോലെ കാവൽ എന്ന പേരിൽ പോലീസ് സേനയെ ആരംഭിച്ചു. പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്. കാവൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ പോലീസ് സേനയെ ആരംഭിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി. ഓർത്തു വെക്കുമല്ലോ. മാർത്താണ്ഡവർമ്മ മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യം ആരംഭിച്ചപ്പോൾ ഉമ്മിണിത്തമ്പി കാവൽ എന്ന പേരിൽ ഒരു പോലീസ് സേന ആരംഭിച്ചു. അതുപോലെ ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനമാണ് ഇൻസുവാഫ് കച്ചേരി. പറഞ്ഞ പേരെന്തുവാണ്? ഇൻസുവാഫ്
കച്ചേരി. ശരിയല്ലേ? വേലുത്തമ്പി ദളവയുടെ ഹജൂർ കച്ചേരിയും ഉമ്മിണി തമ്പിയുടെ ഇൻസുവാഫ് കച്ചേരിയും. ശരിയല്ലേ? ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഹജൂർ കച്ചേരി കൊല്ലത്താരംഭിച്ച തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. ശരിയല്ലേ? തുടങ്ങുമ്പോൾ ഭരണാധികാരി ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. എന്നാൽ ഈ ഹജൂർ കച്ചേരിയെ പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റി. എവിടേക്ക് മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ആരാണ്? സ്വാതി തിരുനാൾ. എന്നാൽ ഈ തിരുവനന്തപുരത്തുള്ള ഹജൂർ കച്ചേരിയെ സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റിയ രാജാവുണ്ട്. രാജാവിന്റെ പേര് ആയില്യം തിരുനാൾ. പരസ്പരം മാറിപ്പോകല്. ആദ്യം മനസ്സിലാക്കണം. ഹജൂർ കച്ചേരി കൊല്ലത്ത്, സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ, സ്ഥാപിക്കുമ്പോൾ രാജാവ് അവിട്ടം. ഇത് എവിടേക്ക് മാറ്റി? തിരുവനന്തപുരത്തേക്ക് മാറ്റി. മാറ്റിയ ഭരണാധികാരി സ്വാതി. ഈ തിരുവനന്തപുരത്തുള്ള ഹജൂർ കച്ചേരിയെ സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റിയ രാജാവാണ് ആയില്യം തിരുനാൾ. ശരിയല്ലേ? അപ്പൊ സെക്രട്ടേറിയറ്റ് വളപ്പിൽ സ്ഥാപിക്കപ്പെട്ട പ്രതിമയാരുടേത്? ഉത്തരം എന്ത് വരും? വേലുത്തമ്പി ദളവ. ശരിയല്ലേ? സെക്രട്ടേറിയറ്റ് വളപ്പിൽ സ്ഥാപിക്കപ്പെട്ട പ്രതിമയാരുടേത്? ഉത്തരം വേലുത്തമ്പി ദളവ. പരസ്പരം മാറിപ്പോകല്, വിട്ടുപോകല്, ഓർത്തു വെക്കണം. നമുക്കറിയാം, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് വേലുത്തമ്പി ദളവയെങ്കിൽ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് പാലിയത്തച്ഛൻ. കിട്ടിയോ? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആര് സമരം ചെയ്തു? വേലുത്തമ്പി ദളവ. അതുപോലെ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആര് സമരം ചെയ്തു? പാലിയത്തച്ഛൻ. ശരിയല്ലേ? മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് പഴശ്ശിരാജ. എന്നാൽ മലബാറിൽ പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർമാർ. വ്യക്തമായോ? പരസ്പരം മാറിപ്പോകല്. മലബാറിൽ പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ, മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ, കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പാലിയത്തച്ഛൻ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും തിരുവിതാംകൂറിലെ രണ്ടാമത്തെ ഭരണാധികാരിയായ ധർമ്മരാജയെക്കുറിച്ചും മൂന്നാമത്തെ ഭരണാധികാരിയായ അല്ലെങ്കിൽ അശക്തനായ ഭരണാധികാരിയായ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദിവാനായ വേലുത്തമ്പി ദളവയെക്കുറിച്ചും കൂടാതെ അതിനുശേഷം തിരുവിതാംകൂർ ദിവാനായ ഉമ്മിണി തമ്പിയെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്കിതിൻ്റെ ബാക്കി ഭാഗം മറ്റു ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.